ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. ഇന്ന് നമുക്കൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി കണ്ടാലോ. ഇപ്പം കുറച്ച് പഴം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഡെസേർട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ പൂവമ്പഴമാണ് എടുത്തത്. അപ്പോൾ ഇച്ചിരി കറുപ്പ് വന്നതിന് ശേഷമുള്ള പഴമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇതുപോലെ 5 കുഞ്ഞ് പൂവമ്പഴം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കട്ട് ചെയ്ത് പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആ റോസ്റ്റായി വന്നതിന് ശേഷം നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ പാനിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പഴവും കൂടെ ഇട്ട് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കാരമലൈസായി വരട്ടെ. അപ്പോൾ ഇത് ഇതുപോലെ ആയതിന് ശേഷം നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് ഞാൻ 1.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ പാലൊന്ന് തിളച്ച് വരണം. ആ നേരം കൊണ്ട് നമുക്ക് 4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അതായത് നമ്മുടെ പാലൊക്കെ അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആ കസ്റ്റേർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട്. അത് തിക്കായി വരണം. നമ്മൾ ഫ്ലെയിം എപ്പോഴും ലോയിൽ വെച്ചാൽ മതി. എന്നാലേ ആ കസ്റ്റേർഡ് പൗഡർ അതൊക്കെ കുക്കായി കിട്ടുമല്ലോ. അല്ലെങ്കിൽ പെട്ടെന്ന് തിക്കായി പോവും. പിന്നെ അതൊരു പൗഡർ ടേസ്റ്റൊക്കെ നമുക്ക് തോന്നിക്കും. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സ്ലോ ആയിട്ട് കുക്കായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കുറച്ച് വെള്ളവും കൂടെ ചേർത്തത്. ഇനി അത് തിക്കാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. കുറച്ച് തിക്കായി വരുന്ന സമയത്ത് നമുക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമ്മൾ കാരമലൈസ് ചെയ്ത ബനാനയുടെ മിക്സും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഈ പാകമാകുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഇവിടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും ബനാന പീസൊക്കെ മാറ്റി വെച്ചിരുന്നു. അതും കൂടെ ഇട്ടിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഒന്നിൽ നമുക്കിത് ചെറിയ ചൂടോടെ കഴിക്കാം, ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടെങ്കിലും കഴിക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇച്ചിരിയും കൂടെ കട്ടയാവും. അപ്പോൾ ഇതുപോലെ പഴം ഉണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. Thank you for watching. Please do like, comment, share and subscribe. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.